ഈശ്വര, എത്ര നാളായി എന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. റവന്യൂ വകുപ്പിലെ പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് ഈ ആഴ്ച ഇറങ്ങുക. ഇത്തവണയെങ്കിലും എന്നെ തഴയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ കാര്യല്ലേ, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും നടക്കില്ല. നിങ്ങളുടെ കാര്യം ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂ. ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ, എന്ത് പറ്റി? ഇത്തവണത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും ഭാമേ. മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻ ഇനി താമസിക്കില്ല. നോക്കിയോ നീ. ഇതെന്താണ് ഇത്ര ഉറപ്പ്? ഈ ആഴ്ച പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് പുറത്തിറങ്ങുക. എന്റെ പേര് അതിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാ. താലൂക്ക് ഓഫീസിലെ സഹദേവൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ഈ ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചേ? ഭാമേ, നിന്നെ പോലെ ഒരാവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളല്ല കെ മോഹനകൃഷ്ണൻ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഇനിയിപ്പോ പ്രൊമോഷൻ ലിസ്റ്റ് പുറത്തു വന്ന് അതിൽ എന്റെ പേരുണ്ട് എന്ന് കണ്ടാലും ഞാൻ പ്രാർത്ഥന നടത്തില്ല. എന്താ സാർ? ഇന്നലെ ഞാൻ റവന്യൂ മന്ത്രിയെ കണ്ടിരുന്നു. എന്റെ 1-2 വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ കാണാൻ പോയത്. സംസാരിച്ചു വന്നപ്പോഴാ റവന്യൂ വകുപ്പിലെ പ്രൊമോഷന്റെ പുതിയ ലിസ്റ്റ് ഈ ആഴ്ച പുറത്തിറക്കുമെന്ന് അറിഞ്ഞത്. ഞാനും കേട്ടായിരുന്നു സാർ. തന്റെ പേര് അതിലുണ്ടാവണമെന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശുപാർശയായിട്ടൊന്നും കണക്കാക്കണ്ട. കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് എന്നെ പോലുള്ള ജനപ്രതിനിധികളുടെ കടമയല്ലേ? ഞാനും റവന്യൂ മന്ത്രിയും തമ്മിലുള്ള അടുപ്പം മോഹനകൃഷ്ണൻ അറിയാമായിരിക്കുമല്ലോ. ഞാനൊരു കാര്യം നിർബന്ധിച്ചു പറഞ്ഞ അദ്ദേഹം തള്ളിക്കളയില്ല. അറിയാം സാർ, ഉറപ്പാണ് ഉത്തമ. MLA വിശ്വംഭരൻ സാർ ഇപ്പൊ വിളിച്ചിരുന്നു. എന്റെ പേര് റവന്യൂ മന്ത്രിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. എന്റെ പൊന്നെ, MLA വിശ്വംഭരൻ സാർ വിളിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മന്ത്രിമാരുടെ ഇടയിലൊക്കെ ഭയങ്കര പിടിപാടുള്ള ആളല്ലേ സാറേ? ഇനി സാറ് പ്രമോഷൻ കിട്ടി ഒരു ജില്ലാ കളക്ടറായി കഴിഞ്ഞ ഒരു ജില്ലയിലെ മുഴുവൻ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കും. സത്യം പറഞ്ഞ സാറിനെ പോലുള്ളവർക്കാണ് ഈ പ്രമോഷൻ കിട്ടേണ്ടത് തന്നെ. ഈ പ്രമോഷനൊക്കെ വരേണ്ട സമയത്ത് വരേണ്ട പോലെ ഇങ്ങ് വന്നോളും. ഇതിന് ഇത്രമാത്രം ആവേശം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഉത്തമ, അസൂയ, നിരാശ തുടങ്ങിയ വാക്കുകളുടെ അർത്ഥം അറിയില്ല എങ്കിൽ ഉത്തമൻ ഇപ്പോ ഈ വക്കീലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഭർത്താവ് വലിയ ആളാകുന്നതിന്റെ അസൂയാണ് ഈ ഭാഗത്ത് കാണുന്നത്. സാറിന്റെ കാര്യം സാറിനൊരു സന്തോഷം വരുമ്പോ വെറുതെ എന്തിനാണ് വക്കീൽ ഉടക്കിടുന്നത്? ഇതൊക്കെ ഒരു രസമല്ലേ ഉത്തമ? ഞാനിങ്ങനെ വാശി പിടിപ്പിക്കാനും വീര്യം കൂട്ടാനും ഇങ്ങനെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ വില്ലേജ് ഓഫീസർ വലിയ പരാക്രമിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. മോഹനേട്ടന്റെ പ്രാർത്ഥനയുടെ ദൈവത്തിന് സൗകര്യമില്ലാണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും കാര്യം നടക്കും. മോഹനകൃഷ്ണനെ കണ്ട് സംസാരിച്ച് ശരിയാക്കാമെന്ന് ഞാൻ ഏറ്റു. പ്രമോഷനായി മോഹനകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് അതങ്ങ് ശരിയാക്കി കൂടെ. നടക്കില്ല സാർ. ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്നിടത്തോളം കാലം ആ പോക്കുവരെ നടക്കില്ല. ഇനിയിപ്പോ ഞാൻ പ്രൊമോഷൻ കിട്ടി പോയാലും അത് നടത്താതിരിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ മോഹനകൃഷ്ണ ആ ശബ്ദത്തിലൊരു ധിക്കാരം? ധിക്കാരല്ല സാർ, സർക്കാർ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് എന്നെ ഈ ജോലിക്ക് വിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമിയും നികുതിയും വെട്ടിച്ചൊരാൾക്ക് അയാൾ ആരായാലും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്തോ തർക്കം നടക്കുന്ന പോലെ തോന്നി. ഒന്നുമില്ല ശിശുപാല, തൽക്കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ഞാനങ്ങ് പോയാ നിങ്ങൾക്ക് വിഷമാവില്ലേ? കുറച്ചാലും എവിടെയെങ്കിലും അങ്ങ് പോട്ടെ. ചായ എന്തു പറ്റി? മുഖം എന്താ വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്.